എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഈ സ്കിൻ കെയർ, ഈ പറയുന്ന സ്കിൻ കെയറില്ലേ, ഇതൊന്നും നമ്മുടെ സ്കിൻ ഡിസീസസ് മാറ്റേണ്ട കാര്യത്തിനെ പറ്റിയല്ല പറയുന്നത്. അതിന് നമുക്ക് ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. ഇത് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, ഫേസ് കഴുകി വെക്കുക, വൃത്തിയാക്കുക, ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് സ്കിന്നിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പണ്ട് തൊട്ട് ചെയ്യാത്ത കാര്യങ്ങളുമാണ്. കാരണം നമ്മൾ ഓരോ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ കൾച്ചറുണ്ട്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഈ ഒരു ഡെയിലി സ്കിൻ കെയർ എന്നുള്ളൊരു സംഭവം ഇല്ല. പക്ഷെ അത് ബേസിക്കലി വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ ബോഡി ഹൈജീൻ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്കിന്നിന് ഹൈജീൻ ആയിട്ട് വെക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പാടോ അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേറ്റ്, നമുക്ക് ഒന്ന് ഒരു പിഗ്മെന്റേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, സൺ ഡാമേജ് കൊണ്ടോ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ചെറുതായിട്ട് മാറ്റാം. അല്ലെങ്കിൽ മൂക്കുരു ഉണ്ടെങ്കിൽ അതിനൊന്ന് ഡോക്ടറിന്റെ അടുത്ത് പോവാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും മൂക്കുരി ഉള്ളൂ, ഇല്ല നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. അതൊരു ബേസിക് സ്കിൻ കെയർ ആയിട്ട് കണ്ടാൽ മതി. വളരെ വലിയ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് ബേസിക് സ്കിൻ കെയറോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. അത് എൻ്റെ ഡിഫറെന്റ് സിറ്റുവേഷൻ ആണ്. അതിന് നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോകണം. ഈ രണ്ട് ഡിഫറൻസും എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ സ്കിൻ കെയറിലോട്ട് വരാൻ. എന്തെങ്കിലും ഡോക്ടറിനെ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.